അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹവസന്തം എന്ന റബീഇ ക്യാമ്പയിനിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മഹിതമായ കുടുംബ ബന്ധത്തിൻ്റെ ഉന്നതമായ പ്രതിഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വിവാഹബന്ധത്തിൻ്റെ പ്രാരംഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞ 6 പാർട്ടുകളായി നമ്മൾ പറഞ്ഞു വരികയാണ്. ഇനി ഒരു വിവാഹബന്ധത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഘടകമായ നിക്കാഹ് കർമ്മത്തിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഒരു മഹത്തായ കർമ്മം പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ എല്ലാ നന്മകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ആവാഹിച്ചു കൊണ്ടുവേണം നമ്മൾ ആ നന്മ ചെയ്യാൻ. എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിലുള്ള പ്രതിഫലവും അവൻ്റെ സഹായവും അതിലുണ്ടാകുമെന്നാണ്. അതുപോലെ തന്നെയാണ് നിക്കാഹ് കർമ്മവും. നിക്കാഹ് കർമ്മത്തെ സംബന്ധിച്ച് അതിനോട് ഒരുപാട് സുന്നത്തായ കാര്യങ്ങളുണ്ട്, ഒരുപാട് നിർബന്ധമായ കാര്യങ്ങളുണ്ട്, ചെയ്യരുതാത്ത കാര്യങ്ങളൊക്കെയുണ്ട്. അത് ഓരോന്നും മനസ്സിലാക്കി പ്രത്യേകം നമ്മുടെ നിക്കാഹ് കർമ്മങ്ങളിൽ, നമ്മൾ പങ്കെടുക്കുന്ന നിക്കാഹ് കർമ്മങ്ങളിൽ, നമ്മുടെ ബന്ധപ്പെട്ടവരുടെ നിക്കാഹ് കർമ്മങ്ങളിലൊക്കെ നമ്മളത് പകർത്താൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ വലിയ സഹായം ആ കുടുംബത്തിലും ആ ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായും ആദ്യമായി നിക്കാഹ് കർമ്മത്തിൻ്റെ സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ വിവരിക്കുന്നത്. സുന്നത്തുകൾ ഒരു സുന്നത്തല്ല, അത് സുന്നത്തല്ലേ, നിർബന്ധമൊന്നുമല്ലല്ലോ എന്നൊരു ലാഘവത്തിലേക്ക് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫർളായ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നത് സുന്നത്താണ്. അപ്പോൾ സുന്നത്തും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ മഹത്തുക്കൾ പഠിപ്പിച്ചതനുസരിച്ച് നിക്കാഹിൻ്റെ സുന്നത്തുകൾ, ഏതാനും ചില സുന്നത്തുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായി ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ സുന്നത്ത് നിക്കാഹ് പള്ളിയിൽ വെച്ചായിരിക്കുക എന്നാണ്. നിക്കാഹ് പള്ളിയിൽ വെച്ചാൽ വളരെ സുന്നത്തുള്ള കാര്യമാണ്. കാരണം അള്ളാഹുവിലേക്ക് ഭൂമിയിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് പള്ളി എന്ന് പറയുന്നത്. ആ പള്ളിയിൽ വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഒരു പ്രാരംഭം നമ്മൾ തുടക്കം കുറിക്കപ്പെടുമ്പോൾ അതിൽ വലിയ ബറക്കത്തും വലിയ നന്മയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഉണ്ടാകും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഒന്നാമത് നിക്കാഹ് പള്ളിയിൽ വെച്ചായിരിക്കുക. രണ്ടാമതായി പരസ്യമാക്കുക. ആരും കാണാതെ അയൽവക്കക്കാരൊക്കെ കൂട്ടി, കുറച്ച് ആൾക്കാരെ കൂട്ടി നിക്കാഹ് കർമ്മം കഴിക്കുന്നതിനേക്കാൾ സുന്നത്ത്. അങ്ങനെ കഴിച്ചാൽ ഇപ്പോൾ പള്ളിയിലല്ലാതെ നിക്കാഹ് ചെയ്താൽ നിക്കാഹ് ശരിയാകൂല എന്നല്ല കേട്ടോ പറഞ്ഞത്. അതാണല്ലോ സുന്നത്ത് എന്ന് പറഞ്ഞാൽ. ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതിനുമാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയുക. അപ്പോൾ പള്ളിയിൽ വെച്ചായിരിക്കണം. രണ്ടാമത്തത് അത് പരസ്യമായിട്ടായിരിക്കണം, ആളുകൾ കാണുകയായിരിക്കണം. മഹാനായിരിക്കുന്ന ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിക്കാഹ് സ്വീകാര്യമാകണമെങ്കിൽ 2 സാക്ഷികൾ വേണം. എന്നാൽ അതിന് പുറമെ നല്ല ആളുകളിൽപ്പെട്ടവരെ അതിൽ പങ്കെടുപ്പിക്കുകയും നിക്കാഹിൻ്റെ അദബിൽപ്പെട്ടതാണ് അദ്ദേഹം പറയുന്നുണ്ട്. വമിനൽ ആദാബി ഇഹ്ളാറു ജംഇ മിൻ അഹ്ലി സ്വലാഹി സിയാദതൻ അല ഷാഹിദൈനി ലദൈനിഹുമാ റുക്നാൻ ലിസ്ഹാ എന്ന് അദ്ദേഹം പറയാണ്. നിക്കാഹിൻ്റെ സ്വഹീഹത്തിന്, നിക്കാഹ് ശരിയാക്കാൻ ആവശ്യമായ 2 സാക്ഷികൾക്ക് പുറമെ സ്വാലിഹീങ്ങളിൽപ്പെട്ട നല്ലവരായ ചില ആളുകളുടെ സാന്നിധ്യം ഒരു കൂട്ടരും കൂടി ആ കർമ്മത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് നിക്കാഹിൻ്റെ ആദാബുകളിൽ, മര്യാദകളിൽപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ 2 സുന്നത്തുകൾ പ്രധാനമായി നമ്മൾ പറഞ്ഞു. മൂന്നാമതായി നിക്കാഹിൻ്റെ സുന്നത്താണ് അത് വെള്ളിയാഴ്ചയായിരിക്കും പ്രത്യേകം സുന്നത്തുണ്ട് എന്നാണ്. കാരണം ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള ദിവസമാണല്ലോ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ആ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ നിക്കാഹ് കർമ്മമാവാൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി അതിൽ തന്നെ വെള്ളിയാഴ്ചയിൽ തന്നെ അല്ലെങ്കിൽ നിക്കാഹ് കർമ്മം നടക്കുന്ന ദിവസത്തിന് പകലിൻ്റെ ആദ്യ സമയത്താകലും പ്രത്യേകം സുന്നത്തുണ്ട് എന്നാണ്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉണ്ടല്ലോ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് നീ അതിൻ്റെ പ്രഭാത സമയങ്ങളിൽ, പകലിൻ്റെ ആദ്യ സമയങ്ങളിൽ അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പകലിൻ്റെ ആദ്യ സമയത്തായിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചാൽ അത് ബറക്കത്ത് കൂടുതൽ നേടിത്തരാൻ നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ഥലത്തിൻ്റെ പ്രത്യേകത, സ്ഥലം എവിടെയായിരിക്കലാണ് നല്ലതെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഏത് ദിവസമാണ് നല്ലതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഏത് മാസമാണ് നിക്കാഹ് കർമ്മം ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം എന്നുള്ളതാണ്. അത് ശവ്വാലിലോ സ്വഫറിലോ ആവൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊടുത്തത് സ്വഫർ മാസത്തിലായിരുന്നു. ആ ഹദീസിൻ്റെ വെളിച്ചത്തിലാണ്, ആ സംഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് സ്വഫർ മാസത്തിൽ നിക്കാഹ് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ ശവ്വാലിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ശവ്വാൽ,
وبنا بي في شوال فأي نساء رسول الله صلى الله عليه وسلم كانت أحلى عنده مني എന്ന് മഹദിയായ ആയിഷ ബീവി പറഞ്ഞു. എന്താ പറയുക, എൻ്റെ നിക്കാഹ് ചെയ്തതും വീട്ടിൽ കൂടിയതും, അതായത് റസൂലുള്ളാഹി ആയിഷ ബീവിയോടൊത്തുള്ള വിവാഹം കഴിഞ്ഞതും വീട്ടിൽ കൂടിയതും ഒക്കെ ശവ്വാലിലായിരുന്നു. നബി തങ്ങളുടെ അടുക്കൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യവതിയായി എന്നേക്കാൾ കൂടുതൽ മറ്റാരാണ് ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ ശവ്വാലിൽ നിക്കാഹ് കർമ്മം ചെയ്യപ്പെട്ട ആയിഷ ബീവിയുടെയും മുത്തുനബിയുടെയും ദാമ്പത്യം വളരെ പൂത്തുലഞ്ഞ ദാമ്പത്യമായിരുന്നു. അതുകൊണ്ട് ശവ്വാലിൽ പ്രത്യേകം ബറക്കത്തുണ്ട്. റസൂലുള്ളാഹി നിക്കാഹ് ചെയ്തു കൊടുത്തത് സഫർ മാസത്തിലാണ്. അപ്പോൾ ആ ഒരു ചര്യ, ആ ഹദീസുകളുടെ സംഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ആ മാസം നമുക്ക് കഴിയുമെങ്കിൽ നിക്കാഹ് ഇപ്പോൾ ചെയ്യണം, അർജൻറ്റായിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. അതല്ല, നമുക്ക് ഇത്തരത്തിലൊരു പ്രത്യേക മാസത്തിൽ നിശ്ചയിക്കാൻ നമുക്ക് സമയമെങ്കിൽ ശവ്വാൽ മാസത്തിലാണ് നല്ലത് എന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഫുഖാഹ് പറയാണ്, ശവ്വാലിൽ നിക്കാഹ് ചെയ്യലും ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടലും സുന്നത്താണ് എന്ന് യാനത്തിലടക്കം നമുക്കത് വിശദമാക്കി തരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആ കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇസ്ലാമിൻ്റെ വരവ് തന്നെ അന്ന് ലോകത്ത് അറബി നാട്ടിലടക്കം നിലനിന്നിരുന്ന തെറ്റായ അന്ധവിശ്വാസങ്ങളെ എതിർക്കുക എന്നുള്ള ഒരു ദൗത്യവുമായി കൊണ്ടുകൂടിയാണല്ലോ പരിശുദ്ധ ഇസ്ലാം വരുന്നത്. ലോകത്താകമാനം നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെ തകർക്കാനും അവിടെ ഏകദൈവ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കടന്നുവരവ്. അപ്പോൾ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ശവ്വാൽ ഒരു അപലക്ഷണം പിടിച്ച മാസമായിട്ടായിരുന്നു പലരും വിശ്വസിച്ചിരുന്നത്. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു എന്നാണ്. ഒന്നാമത്തെ കാരണം, ആദ്യകാലങ്ങളിൽ ശവ്വാലിൽ താഴൂൻ രോഗം ഉണ്ടാകാറുണ്ടായിരുന്നു. അത് സീസണൽ രോഗം ഉണ്ടാകുമല്ലോ. നമ്മുടെ നാട്ടിൽ ചില മാസങ്ങളിൽ ചില രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് പോലെ അറബി നാടുകളിൽ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഈ ശവ്വാൽ മാസത്തിൽ ത്വാഊൻ, പ്ലേഗ് രോഗമൊക്കെ പടർന്നു പന്തലിച്ചിരുന്നു. അപ്പോൾ ആ ഒരു മാസത്തെ അപലക്ഷണമുള്ളൊരു മാസമായിട്ട് ആളുകൾ കണ്ടിരുന്നു. മാത്രമല്ല, രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഹജ്ജിന് വേണ്ടി തയ്യാറായിരുന്ന, ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രൂപത്തിലല്ലെങ്കിലും ജാഹിലിയ്യത്തിലും ആളുകൾ കഅബയെ ആരാധിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യ പിന്തുടരുന്ന ആളുകൾക്ക് അക്കാലത്തും ഉണ്ടായിരുന്നു. അതവിടെ നിൽക്കുന്നത് വേറെ ചർച്ചയാണ്. അപ്പോൾ ഈ ഹജ്ജിന് ഒരുങ്ങുന്ന മാസമായതുകൊണ്ട് തന്നെ അവർ ആ ദിവസത്തെ അല്ലെങ്കിൽ ആ മാസത്തെ അവർ മാറ്റിവെച്ചിരുന്നു. അന്ന് അവർ നിക്കാഹ് കർമ്മം ചെയ്തിരുന്നില്ല. അവർ അപലക്ഷണമായി അവർ കണ്ടിരുന്നു. മൂന്നാമതായി ശവ്വാൽ എന്ന പദം ഇഷാരത്ത്, അതായത് ഉയരുക, നന്മകൾ ഉയരുന്ന മാസത്തിനെ സൂചിപ്പിക്കുന്നു എന്ന തെറ്റിദ്ധാരണ, ഇങ്ങനെ പല ധാരണകളെ കൊണ്ട് ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആളുകൾ ശവ്വാൽ എന്ന മാസത്തിന് നിക്കാഹ് കർമ്മം ചെയ്യുന്നതിലും ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ആരംഭിക്കുന്നതിനൊക്കെയുള്ള ഒരു അപലക്ഷണമായിട്ട് അവർ കണ്ടിരുന്നു. അപ്പോൾ അതിനെ തിരുത്തിയെഴുതുക എന്ന ലക്ഷ്യം കൂടി ഇത്തരത്തിൽ ശവ്വാൽ മാസത്തിൽ പ്രത്യേകമായി നിക്കാഹ് കർമ്മം ചെയ്യുന്നത് വഴി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ നിക്കാഹ് കർമ്മം കഴിഞ്ഞാലുടൻ നമുക്ക് ചെയ്യുന്ന സുന്നത്തുകളിൽപ്പെട്ടതാണ് നിക്കാഹ് കഴിഞ്ഞ വരന് പ്രാർത്ഥന നേരുക. ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന് പറഞ്ഞുകൊണ്ട് വരന് പ്രത്യേകം പ്രാർത്ഥന നേരൽ പ്രത്യേകം സുന്നത്തായ കാര്യമാണ്. ഇത് സുന്നത്തായ വലിയനും അതുപോലെ തന്നെ നിക്കാഹിൽ പങ്കെടുത്തവർക്കൊക്കെ ഇത്തരത്തിൽ വരൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുസാഫഹത്ത് ചെയ്തുകൊണ്ട് അവരോട് പറയാം, ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്നാണ്. അതുപോലെ വരന് മാത്രമല്ല, വരനും വധുവിനും വേണ്ടി പ്രാർത്ഥിക്കൽ, ബാറക്കല്ലാഹു ലികുല്ലി വാഹിദിൻ മിൻകുമാ ഫീ സ്വഹബിഹി വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന ദുആകളൊക്കെ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹബീബായ റസൂലിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ, ഇത്തരത്തിലുള്ള സുന്നത്തുകൾ നമ്മൾ പരിഗണിച്ചാൽ അതിൻ്റേതായിട്ടുള്ള നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് മഹത്തുക്കൾ പറയുന്നത്. അപ്പോൾ നിക്കാഹിൻ്റെ സുന്നത്തുകൾ ഇത്രത്തോളമാണെങ്കിൽ ഇനി നിക്കാഹിൻ്റെ ഫർളുകൾ ഒരുപാടുണ്ട്. ഫർളുകൾ എന്ന് പറയുമ്പോൾ ഇതില്ലാതെ നിക്കാഹ് കർമ്മം ശരിയാകില്ല എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് ഷാഫിഈ മദ്ഹബ് അനുസരിച്ച്, നമ്മൾ പിൻപറ്റുന്ന ഷാഫിഈ മദ്ഹബ് അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിക്കാഹിൻ്റെ ഫർളുകൾ പ്രധാനമായിട്ടും 5 ഫർളുകളാണുള്ളത്. അതിലൊന്നാമത്തത് ഒരു ഭാര്യ വേണം, ഭാര്യ ഇല്ലാതെ പറ്റില്ലല്ലോ. 2 ഭർത്താവ് വേണം, 3 വലിയ വേണം, 4 2 സാക്ഷികൾ വേണം, 5 സീഗ, അതായത് നിക്കാഹിൻ്റെ വാക്ക് വേണം. അതിൽ ഭാര്യ നമുക്കറിയില്ല, ഭാര്യ നിക്കാഹ് കർമ്മത്തിൽ പങ്കെടുക്കേണ്ട അവരുടെ സാന്നിധ്യം ആവശ്യമില്ല ഭാര്യയുടെ. കാരണം വലിയാണ് ഭാര്യയുടെ കാര്യങ്ങളൊക്കെ കൈകൊടുക്കുന്നതും മറ്റു കർമ്മങ്ങളും ചെയ്യുന്നത്. രണ്ടാമതായി ഭർത്താവ് വേണം. ഇനി ഭർത്താവ് നാട്ടിലില്ലെങ്കിൽ അയാളുടെ വക്കീൽ വേണം, അതായത് അയാൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അയാൾ വേണം. മൂന്നാമതായി വലിയ വേണം. വലിയ ആരൊക്കെയാണ് വലിയാകാൻ പറ്റുന്നതിനെ കുറിച്ചൊക്കെ സവിസ്തരം നമുക്ക് പ്രതിപാദിക്കേണ്ടതുണ്ട്. വലിയന് ആവശ്യമാണ്. പിന്നെ 2 സാക്ഷികൾ, വിശ്വസ്തരായ 2 സാക്ഷികൾ ആവശ്യമാണ്. 5 സീഗ, നിക്കാഹിൻ്റെ സീഗ, അതിൻ്റെ പദപ്രയോഗം, അതായത് താങ്കൾക്ക് ഞാൻ സവ്വജതുക അൻകഹ്തുക എന്ന് പറയുന്ന ആ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഓരോന്നായിട്ട് പറയാൻ പറ്റും. ഇനി ആദ്യമായി ഭാര്യയുടെ വിഷയം നമ്മൾ എടുത്തപ്പോൾ പ്രതിശ്രുത വധുവിൻ്റെ സമ്മതം എപ്പോഴാണ് ആവശ്യമായി വരുന്നത്? അതിന് പരിശുദ്ധ ഇസ്ലാമിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടാണുള്ളത്.
വധുവിൻ്റെ സമ്മതം മുജിബിറായ വലിയാണെങ്കിൽ, മുജിബിറ എന്ന വലിയ രണ്ടു പേർക്കാണ് പറയുക. ഒന്ന് ആ പെൺകുട്ടിയുടെ നേരെ പിതാവ് അല്ലെങ്കിൽ പിതാമഹൻ, വാപ്പ അല്ലെങ്കിൽ വാപ്പാൻ്റെ വാപ്പ, ഇവരെയാണ് നമ്മൾ മുജിബിറായ വലിയ എന്ന് പറയുക. ഇവർക്ക് പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ തന്നെ പെൺകുട്ടിയുടെ വിവാഹം നടത്താമെങ്കിലും ആ പെൺകുട്ടിയുടെ സമ്മതം ചോദിക്കൽ പ്രത്യേക സുന്നത്തുണ്ട്. ശ്രദ്ധിക്കണേ, പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ തന്നെ നിക്കാഹ് ചെയ്യാൻ കഴിയുമെങ്കിലും പെൺകുട്ടിയുടെ സമ്മതം ചോദിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതിൻ്റെതായ നന്മയുണ്ട്. അപ്പോൾ മുജിബിറായ വലിയന് മാത്രമേ അധികാരമുള്ളൂ. ബാക്കിയുള്ള വലിയകൾക്കൊന്നും, അതായത് എള്ളാപ്പ മൂത്താപ്പ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ കാത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഈ പെൺകുട്ടിയുടെ, കന്യകയായ പെൺകുട്ടിയുടെ നിക്കാഹ് കർമ്മം നടത്തി കൊടുക്കണമെങ്കിൽ അവരുടെ സമ്മതം ആവശ്യമാണ്. അപ്പോൾ മുജിബിറായ വലിയന്, അതായത് വാപ്പാക്കും വെല്ലിപ്പാക്കും സമ്മതമില്ലാതെ തൻ്റെ മകളുടെ അല്ലെങ്കിൽ പേരക്കുട്ടിയുടെ നിക്കാഹ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് നിറവേറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ, വരൻ വധുവിന് അനുയോജ്യമായിരിക്കണം. ഇവൾക്ക് സ്വന്തം മകളാണെന്ന് കരുതി ഏതോ കണ്ടവനെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കാനുള്ള അധികാരമൊന്നും എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞ് കെട്ടിച്ചു കൊടുക്കാനൊന്നും ഒരിക്കലും അനുവദിക്കുന്നില്ല. അതിലൊന്നാമത്തത് വരൻ വധുവിന് എന്തായിരിക്കണം, അനുയോജ്യയായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തത്, വലിയ വധുവുമായി പ്രത്യക്ഷ ശത്രുതയില്ലായിരിക്കണം. ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ എന്തായതായിരിക്കും, പ്രത്യേകിച്ച് പോയതേക്കാം. പിന്നെ നിക്കാഹിൻ്റെ സമയമാണ് വന്നു, എൻ്റെ കുട്ടിയുടെ നിക്കാഹ് ഞാനാ ചെയ്ത് കൊടുക്കണം ഇത് പറഞ്ഞു വന്നിട്ട് എവിടുന്നോ ഒരു കോന്തനെ പിടിച്ചുകൊണ്ട് വന്ന് നിക്കാഹ് ചെയ്ത് കൊടുക്കാമെന്ന് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും അനുമതി നിൽക്കുന്നില്ല. വലിയ, അതായത് ഈ പിതാവും പിതാമഹനും ഈ വധുവും തമ്മിൽ യാതൊരു ശത്രുതയും ഇല്ലാതിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമതായി മഹർ മിസിൽ ഉണ്ടായിരിക്കണം എന്നാണ്. മഹർ മിസിൽ എന്ന് പറയുമ്പോൾ ഈ മുജിബിറായ വലിയ കൊണ്ടുവരുന്ന പുതുമാരൻ, അയാൾ ഈ വധുവിനെ അവൾക്ക് ആ നാട്ടിൽ അത്തരത്തിലുള്ള സൗന്ദര്യമുള്ള കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് എത്രയാണോ മഹർ ലഭിക്കുക, 2 പവനോ അല്ലെങ്കിൽ 3 പവനൊക്കെയാണ് സാധാരണ കിട്ടാറെങ്കിൽ ആ ഒരു മഹറുമായി വരുന്നവർ മാത്രമേ തൻ്റെ അധീനതയിലുള്ള ഈ മകളെ അയാൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. നാലാമതായി, വരനുമായി വധുവിന് ശത്രുത ഇല്ലാതായിരിക്കണം. അതായത് ഈ കെട്ടാൻ വരുന്ന പുതുമഹരനുമായി ഈ കെട്ടാൻ പോകുന്ന പെൺകുട്ടിക്ക് ശത്രുതയൊന്നും ഇല്ലാതിരിക്കണം. ഈ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫില്ലാണെങ്കിൽ മാത്രമാണ് മുജിബിറായ വലിയാണെങ്കിൽ പോലും തൻ്റെ മകളെ ഈ വരന് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് ചുരുക്കം. അപ്പോൾ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഇസ്ലാമിൻ്റെ വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളാണുള്ളത് എന്ന് കൃത്യമായി എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് കന്യകയായ ഒരു സ്ത്രീയെക്കുറിച്ചാണ്. അതായത് ആദ്യത്തെ വിവാഹം, പുനർവിവാഹമല്ല അവളുടേതുള്ളത്, ആദ്യത്തെ വിവാഹം നടക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഈ വിഷയങ്ങൾ പറഞ്ഞത്. അവളെ സംബന്ധിച്ചിടത്തോളം മുജിബിറായ വലിയ, അതായത് അവളുടെ വാപ്പാക്കും വെല്ലിപ്പാക്കും അവളുടെ നിക്കാഹ് അവളുടെ സമ്മതമില്ലാതെ തന്നെ വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. കാരണം അതിന് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പയും വെല്ലിപ്പയും ഒന്നും ഒരിക്കലും തൻ്റെ മകൾക്ക് അല്ലെങ്കിൽ പേരക്കുട്ടിക്ക് മോശപ്പെട്ട ഒരു വരനെ കണ്ടെത്തുകയില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്, അടിസ്ഥാനത്തിൽ തന്നെ പരിശുദ്ധ ഇസ്ലാം ഇതുവഴി അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് തടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെയുള്ള കണ്ടീഷൻസ് പറഞ്ഞത്. ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കന്യകയല്ലാത്ത ഒരു സ്ത്രീയെക്കുറിച്ചാണെങ്കിൽ, അതായത് അവളുടെ പുനർവിവാഹമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ട് കന്യകയല്ലാത്ത ഒരു സ്ത്രീയുടെ വിവാഹമാണെങ്കിൽ അല്ലെങ്കിൽ നിക്കാഹാണെങ്കിൽ അവളുടെ സമ്മതം നിർബന്ധമാണ്. അത് വാപ്പയും വെല്ലിപ്പയും ആണെങ്കിലും ശരി, നേരത്തെ നമ്മൾ പറഞ്ഞ മുജിബിറായ വലിയാണെങ്കിലും ശരി, അവളുടെ സമ്മതത്തോടു കൂടി മാത്രമേ അവളുടെ നിക്കാഹ കർമ്മം ചെയ്തു കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അവളുടെ സമ്മതം വായ കൊണ്ട് പറയുക തന്നെ വേണമെന്നുള്ളതാണ്. ഈ സംസാരശേഷി ഇല്ലാത്ത ആളാണെങ്കിൽ ആ എഴുത്തുകൊണ്ടോ ആംഗ്യം കൊണ്ടോ ഒക്കെ അവളുടെ സമ്മതം പ്രകടിപ്പിച്ചാൽ മാത്രമാണ് വലിയന് ഇത്തരത്തിലുള്ള നിക്കാഹ കർമ്മം ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അവളുടെ മൗനം ഒരിക്കലും സമ്മതമായിട്ട് കണക്കാക്കപ്പെടുകയില്ല. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കന്യകയുടെ വിഷയത്തിൽ അവിടെ ഒരു നാണക്കാരിയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനെ പരിഗണിച്ചുകൊണ്ട് കന്യകയായ ആദ്യ വിവാഹം നടത്തപ്പെടുന്ന വധുവാണെങ്കിൽ അവളുടെ മൗനം സമ്മതമായിട്ട് മുജിബിറായ വലിയനോ അല്ലാത്തവർക്കൊക്കെ എടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ രീതി. ഇനി നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പോകുന്ന വലിയന്, അതായത് ഈ പെൺകുട്ടിയുടെ വാപ്പയോ വല്യപ്പയോ നമ്മൾ അതിൻ്റെ ലിസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നുണ്ട്, അവർക്ക് ചില നിബന്ധനകൾ ഉണ്ടായിരിക്കണം. ഈ നിബന്ധനകൾ അനുസരിച്ചുള്ള ആളുകൾക്ക് മാത്രമേ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഒന്നാമത്തെ കണ്ടീഷൻ പുരുഷനായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നപുംസകങ്ങളായിട്ടുള്ള ആളുകളോ സ്ത്രീകൾക്കോ ഒന്നും തൻ്റെ മകളുടെ വിവാഹം ചെയ്തു കൊടുക്കാനുള്ള അധികാരം പരിശുദ്ധ ഇസ്ലാം നൽകുന്നില്ല എന്ന്. രണ്ടാമത് ബുദ്ധി ഉണ്ടായിരിക്കണം. വലിയ വാപ്പാക്ക് കുറേ പ്രായമായി ബുദ്ധിയുടെ സ്ഥിരതയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർക്ക് തൻ്റെ മകളുടെ വിവാഹം ചെയ്തു കൊടുക്കാനുള്ള അധികാരം പരിശുദ്ധ ഇസ്ലാം കൊടുക്കുന്നില്ല. അപ്പോൾ അത് തൊട്ടടുത്ത വലിയിലേക്ക് കൈമാറുകയോ ചെയ്യേണ്ടതാണ്. മൂന്നാമത്തത് പ്രായപൂർത്തിയായതായിരിക്കണം വലിയ. പ്രായപൂർത്തിയായ വലിയന് മാത്രമേ,
അതായത് ഇളപ്പ മൂത്തപ്പനെ മക്കളൊക്കെ വരുന്ന സമയത്ത് പ്രായപൂർത്തിയാകാത്ത ആളാണ് ഇയാളുടെ, അല്ലെങ്കിൽ സഹോദരനാണ്, ഒരു സഹോദരനുണ്ട് ഇവൾക്ക്, അവരാണ് നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ട അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതിന് മുമ്പുള്ള പദവിയിലുള്ള ആളുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിന് സാധ്യമാവുകയുള്ളൂ. നാലാമത്തത് സ്വതന്ത്രനായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഫാസിഖ് അല്ലാതിരിക്കണം, വളരെ പ്രധാനപ്പെട്ട വിഷയമാണത്. തെമ്മാടിയല്ലാതെ കള്ളു കുടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കുന്ന ഒരാളാകരുത് ഇവരുടെ വലിയ എന്നുള്ളതും പരിശുദ്ധത്തിൽ പ്രത്യേകമായി നിഷ്കർഷിക്കുകയാണ്. അതായത് ആറാമത്തത് ഇഹ്റാമിലല്ലാതെ ഇരിക്കുക, അതായത് ഹജ്ജിനോ ഉംറക്കോ മറ്റു കർമ്മങ്ങൾക്കോ വേണ്ടി ഇഹ്റാം കിട്ടിയ ആൾക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഉള്ള അധികാരം പരിശുദ്ധ ഇസ്ലാം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഫാസിഖാണ് കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ബാക്കിയൊക്കെ ഏകദേശം നമ്മൾ പരിഗണിക്കാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആരാണ് ഈ ഫാസിഖ്? ഫാസിഖ് എന്ന് പറഞ്ഞാൽ വൻദോഷങ്ങൾ ചെയ്തവനോ, വൻദോഷങ്ങൾ വ്യഭിചാരം, മദ്യപാനം തുടങ്ങി സബൂൽ മൂബിയക്കാത്തിൽപ്പെട്ട ഏതെങ്കിലും വൻദോഷങ്ങളോ സൽക്കർമ്മങ്ങൾ കൂടുതലില്ലാത്ത വിധം ചെറുദോഷങ്ങൾ പതിവാക്കിയ ആൾ, അതാണ് നമുക്ക് പേടിയുള്ള വിഷയം. സൽക്കർമ്മങ്ങളൊന്നും നിസ്കരിക്കാറില്ല, അങ്ങനെ കർമ്മങ്ങളൊന്നും അവൻ ചെയ്യാറില്ല, പക്ഷെ ചെറുദോഷങ്ങൾ വളരെയധികം പതിവാക്കിയ ആൾക്കാണ് ഫാസിഖ് എന്ന് പറയുക. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കാണ് ഫാസിഖ് എന്ന് പറയുക. നമ്മളതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഒന്ന് വൻദോഷം ചെയ്ത ആൾക്ക് ഫാസിഖ് എന്ന് നമ്മൾ പറയും. രണ്ടാമത്തത് സൽക്കർമ്മങ്ങൾ തീരെ ചെയ്യാറില്ല, ചെറുദോഷങ്ങൾ യഥേഷ്ടം ചെയ്യുന്ന വ്യക്തി, ഇവർക്കാണ് നമ്മൾ ഫാസിഖ് എന്ന് പറയുക എന്നുള്ളതാണ് ഹാഷിയത്തുൽ ബുജൈരിമിയിലൊക്കെ നമുക്ക് വിശദമാക്കി തരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊരു വലിയനെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാകും എന്നുള്ള സാഹചര്യം ഉണ്ടല്ലോ. അതിന് തുഹ്ഫത്തുൽ മുഹ്താജിൽ അതിന് വിശദമാക്കുന്നുണ്ട് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ, അത് വളരെ വിശദമാക്കി പറയുന്നുണ്ട്. അപ്പം നിക്കാഹിന് മുമ്പ് ഫിസ്കിൽ നിന്ന്, അതായത് തെമ്മാടിത്ത തരത്തിൽ നിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അതായത് ഒരു തെമ്മാടിയായി ഇങ്ങനെ നാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നടന്നിരുന്ന ഒരാളായിരുന്നു. പിന്നീട് അയാൾ നല്ല വഴിയിലേക്ക് കടന്നു വന്നു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അതിന് യോഗ്യതയുണ്ട്. ഒരിക്കലും ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് കാലാകാലം മരിക്കണവരെ ആ തെറ്റി ചാർത്തി കൊടുത്ത് ചാപ്പ കുത്തി അയാളെ നടത്തണം എന്നൊന്നും ഇസ്ലാമിന് വാദമില്ല. അപ്പോൾ തൗബ ചെയ്ത് അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അയാൾ ഇതിന് യോഗ്യനായിരിക്കും എന്നുള്ളതാണ്. ഫാസിഖിന്, അതായത് തെമ്മാടിക്ക് വിലായത്തില്ല എന്നത് തന്നെയാണ് ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമെങ്കിലും ശ്രദ്ധിക്കണേ, ഫാസിഖിന് തൻ്റെ മകളെ അല്ലെങ്കിൽ തൻ്റെ അധീനതയിലുള്ള ആളെ വിവാഹം ചെയ്തു കൊടുക്കാനുള്ള അധികാരമില്ല എന്നതാണ് ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ വീക്ഷണം. എന്നാൽ തെമ്മാടിത്തം വ്യാപകമായ ഈ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ കാലത്തൊക്കെ ഉള്ളതുപോലെ തെമ്മാടിത്തം, അതായത് ചെറുപാപങ്ങളൊക്കെ വൻതോതിൽ ചെയ്യുന്ന ആളുകളെ നമ്മൾ ഫാസിഖ് എന്ന പേരിൽ ഉൾപ്പെടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു വലിയനെ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫാസിഖിന് വിലായത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ അഭിപ്രായം അനുസരിച്ച് കൊണ്ടാണ് ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ നിക്കാഹ് കർമ്മം ചെയ്യപ്പെടുന്നത് എന്നതൊക്കെ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അദ്ദേഹത്തിൻ്റെ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ തെമ്മാടിത്തം വ്യാപകമായ ഈ ഒരു കാലഘട്ടത്തിൽ തെമ്മാടിക്ക് വിലായത്തില്ല എന്ന് തന്നെയാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ വീക്ഷണമെങ്കിൽ പോലും എല്ലാവരും തെമ്മാടികളായി കഴിഞ്ഞാൽ പിന്നെ വിലായത്ത് ആരെങ്കിലുമൊക്കെ വേണ്ടേ? ആ ഒരു സാഹചര്യത്തിൽ ഘട്ടത്തിൽ അവർക്ക് വിലായത്ത് നൽകപ്പെടുന്നുവെന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്. ഈ തെമ്മാടിത്തം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനാവാൻ പാടില്ല കേട്ടോ. മുസ്ലിം ആയിരിക്കണം, അവൻ ഇസ്ലാമിക്ക് വിശ്വാസിയായിരിക്കണം, അതോടൊപ്പം അവൻ്റെ അടുത്തുള്ള ചെറുപാപങ്ങൾ വ്യാപകമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് വിലായത്തുണ്ട് എന്നതാണ് ഇതിൻ്റെ പക്ഷം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന്, ആരൊക്കെയാണ് ഇതിൻ്റെ വലിയകൾ, അവരുടെ ഘട്ടങ്ങൾ, അല്ലെങ്കിൽ പിതാവ്, പിതാമഹൻ, ഇങ്ങനെ ആരാണ് ആദ്യം, അവരില്ലെങ്കിൽ പിന്നാരെ, അവരില്ലെങ്കിൽ പിന്നാരെ, ഈ ഒരു ഘട്ടഘട്ട അനുസരിച്ചുള്ള പിതാക്കന്മാർ, അത് എപ്പോഴാണ് ഒരു കുട്ടിയുടെ വലിയായി വരുന്നത്, അതുപോലെ തന്നെ വക്കാലത്ത് എങ്ങനെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്, അതിൻ്റെ ലഫ്ദ് എങ്ങനെയാണ് നമ്മൾ വക്കാലത്ത് ഏൽപ്പിക്കേണ്ട രീതി, അതുപോലെ തന്നെ നിക്കാഹിൻ്റെ സീഗകൾ, അതായത് നിക്കാഹിൻ്റെ വചനങ്ങൾ എങ്ങനെയാണ്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്തൊക്കെയാണ്, ഇതൊക്കെ വളരെ സവിസ്തരമായി നമ്മൾ പ്രതിപാദിക്കേണ്ടതിന് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാവും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.